ഹലോ, ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് നമുക്ക് പോകാം. അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് നമ്മുടെ ജീവിതമായിട്ട് നല്ല താരതമ്യം തോന്നി കേട്ടോ. ചെല്ലുമ്പം ഭയങ്കര വാമ്പൽക്കം ഉണ്ടാകുന്ന പിള്ളേർക്ക് എന്തോ ഒരു വാമ്പൽക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ ജീവിതത്തിൻ്റെ ഒരു നീണ്ട ക്യൂ ആണ് ടോപ്പപ്പ് ചെയ്യാനും കാർഡ് എടുക്കാനും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്ന് കടിക്കുന്ന പട്ടിയെ പൈസ കൊടുത്ത് മേടിച്ച പോലെ റോളർ കോസ്റ്ററിലോട്ട് അങ്ങ് കയറും. എന്നിട്ട് അതൊക്കെ കയറിയിരുന്ന് കോറി കൂവി വിടും. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അല്ലേ? ഒല്ലാത്ത പ്രശ്നങ്ങൾക്കെല്ലാം ചെന്ന് ചാടും. പിന്നെ കരച്ചിൽ, ചിരിയാണെങ്കിൽ അതങ്ങനെ. പിന്നെ ആയിരിക്കും അടുത്ത പ്രശ്നം അപ്പോഴത്തേക്കും വരുന്നത്. അപ്പം നമ്മൾ നിരത്തിൽ കൂടെ വേണമെങ്കിലും ട്രെയിൻ ഓടിക്കും. എങ്ങനെയായാലും നമ്മൾ സർവൈവ് ചെയ്തിരിക്കും. പിന്നെ ആ സമയത്തുണ്ടല്ലോ കുറേ പേരുണ്ട് ഈ പിള്ളേരെ പോലെയൊക്കെ ഒന്നും അറിയാതെ നിഷ്കളങ്കരായിട്ട് ആ സർവൈവ് ചെയ്യുന്നവർ. അങ്ങനെയും കുറേ പേരുണ്ട്. പിന്നെ കണ്ടോ ഈ പ്രാവും കുഞ്ഞിനെ കണ്ടോ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. റൈഡിൻ്റെ മുകളിലിരുന്ന് നല്ല സുന്ദരമായിട്ട് എൻജോയ് ചെയ്യാണ്, പൈസ മുടക്കില്ലാതെ. ഇങ്ങനെയും കുറേ കൂട്ടരുണ്ട്. ആ പൈസ മുടക്കാതെ നന്നായിട്ട് റിലാക്സ് ചെയ്ത് ജീവിതം അടിപൊളിയാക്കി കൊണ്ടുപോകുന്നവർ. ആ കൂട്ടത്തിൽ കൂടാൻ നമുക്കും. ജീവിതം ഒന്നേ ഉള്ളതേ, അതിനകത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയാൽ അതിന് മാത്രമേ സമയമുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ല സുന്ദരമായിട്ട് അങ്ങോട്ട് പോകാം. പിന്നെ നമ്മളൊക്കെ ഒന്ന് സെറ്റപ്പായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ജോലിയൊക്കെ കിട്ടി കാശൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലിൻ്റെ ഇടയ്ക്കൂടെ ഇറച്ചി ചാടുക എന്ന് പറയില്ലേ, പിന്നെ ചാട്ടവും മറിച്ചിലുമാണ്. അങ്ങനെ ഇതിന് തീറ്റക്കുത്തെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് പറയലായിരുന്നു. അത് തന്നെ, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും കുറേ കാലം. അപ്പോൾ നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കത്തില്ല. ആരാണ്ട പറഞ്ഞു ജീവിതം റോളർ കോസ്റ്റർ പോലെയാണ്. അത് 100% സത്യമാണ്. ആണ്ട വരുന്നു റോളർ കോസ്റ്റർ. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഇതുപോലെ കയറി ആടി ഒലഞ്ഞു വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും അതൊക്കെ തീരും. പിന്നെ കുറേ കാലം ഇങ്ങനെ സമാധാനമായിട്ട് പോകും. അപ്പം നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യുക. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് സമാധാനമായിട്ട് എൻജോയ് ചെയ്ത് പോകാമെന്നേ. ഒരു ഐസ്ക്രീമൊക്കെ തിന്നാം.